ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഒരു മാവ് വെച്ച് തന്നെ നമുക്ക് 3 തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് വറുത്ത് പൊടിച്ച പച്ചരിമാവാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എള്ളും 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചേരുവകളൊക്കെ ചേർത്തതിന് ശേഷം ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇത് വെച്ച് തയ്യാറാക്കാൻ പോകുന്നത് കുഴലപ്പം, മുറുക്ക്, കളിയടയ്ക്ക, ഇത് 3ഉം ഈ ഒരു മാവ് വെച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പലഹാരങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പലഹാരത്തിന് അധികം ചേരുവകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. എള്ളും ജീരകപ്പൊടിയും മാവും ഉപ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പച്ചരി മാവിൻ്റെയും അതുപോലെ തന്നെ എള്ളിൻ്റെയും ജീരകപ്പൊടിയൊക്കെ സ്വാദാണ് മുന്നിട്ട് നിൽക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇനി ഈ മാവ് നമുക്ക് ഈ 3 പലഹാരങ്ങളുടെയും ആകൃതിയിലോട്ടാക്കാം. അപ്പോൾ ഇത് കളിയടയ്ക്ക, പിന്നെ നമ്മുടെ മുറുക്കിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം 2 സൈഡും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മുറുക്കായി. ഇനി നമുക്ക് കുഴലപ്പത്തിൻ്റെ ആകൃതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലിട്ട് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നല്ല ക്ഷമ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും, കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുഴലപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കുഴലപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത് നമുക്ക് മുറുക്ക് തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള മുറുക്കും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളിയടക്ക തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കളിയടക്കി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരേ മാവിൽ നിന്ന് തന്നെ നമ്മൾ 3 തരത്തിലുള്ള പലഹാരങ്ങൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.